ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ MBA ഗ്രാജുവേഷൻ സെറമണിക്ക് വേണ്ടി ഞാനും അമ്മയും അച്ഛനും കൂടി ചെന്നൈ SRM യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതാണ്. ഞങ്ങൾ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിരുന്നു. എൻ്റെ മേമയും ചെറിയച്ഛനും അവരുടെ മക്കളും എല്ലാവരും ഒരുമിച്ച് പോകാനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് എല്ലാവർക്കും വരാൻ പറ്റിയില്ല. അതുമാത്രമല്ല ഞാനും കുറച്ച് ഹെൽത്തി അല്ലായിരുന്നു. സോ ഞങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി ഫ്ലൈറ്റിലാണ് പോയത്. പെട്ടെന്നുള്ള പ്ലാൻ ചേഞ്ച് ആയിരുന്നു. പെട്ടെന്ന് ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തു. അമ്മയും അച്ഛനും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. ഞാനിതിന് മുന്നേ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഡൊമസ്റ്റിക്കിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. ഇതാണ് കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞാൻ ഈ എയർപോർട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഞാൻ ട്രിവാൻഡ്രത്തും ബാംഗ്ലൂരും കൊച്ചിയിൽ നിന്നും ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. പക്ഷേ കോഴിക്കോട് സ്വന്തം നാട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങളൊരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എത്തി. അച്ഛനും അമ്മയും ആദ്യമായിട്ടായതുകൊണ്ട് അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഞങ്ങളിതേ മെല്ലെ ഇങ്ങോട്ട് നടന്ന് നീങ്ങി. ഫ്ലൈറ്റിൻ്റെ ബോർഡിങ് ടൈമിൻ്റെ കുറച്ച് മുന്നോട്ടോ ഞങ്ങളെത്തി. എല്ലാം ഒരുമാതിരി പക്കാ ടൈമിംഗ് ആയിരുന്നു. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ്ങും ബോർഡിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇൻഡിഗോയുടെ ബസ്സിൽ ഫ്ലൈറ്റിനടുത്തേക്ക് പോയി. എല്ലാവരും ഒരുമിച്ച് നല്ല ക്യൂ ആയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങളിതാ ഫ്ലൈറ്റിലേക്ക് കയറിയിരുന്നു. ഞാനും അമ്മയും ഒരു സൈഡിൽ ഒരുമിച്ചായിരുന്നു. അച്ഛൻ അപ്പുറത്തെ സൈഡിലാണ് സീറ്റ് കിട്ടിയത്. അമ്മ ആദ്യമായിട്ടായതുകൊണ്ട് ഞാൻ അമ്മേനെ വിൻഡോ സീറ്റ് കയറ്റി ഇരുത്തി. അങ്ങനെ ഇത് ഫ്ലൈറ്റ് എടുത്തു. ടേക്ക് ഓഫിൻ്റെ ടൈമായി. അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ടേക്ക് ഓഫിൻ്റെ സമയത്ത് തലവേദന വരുമോ അങ്ങനെയൊക്കെ അമ്മ ചോദിച്ചിരുന്നു. എന്നിട്ട് ഇതേ പുറത്തേക്ക് നോക്കിയിരിക്കുക. വീഡിയോ എടുക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് നല്ല ചമ്മലും ഉണ്ട്. കാലിക്കറ്റ് ടു ചെന്നൈയിലേക്ക് 1 hour 10 minutes ഓർ 20 minutes ഡിപ്പെൻസ് അപ്പോൺ ദ ഫ്ലൈറ്റ് ആണ്. ഞങ്ങൾ ഏകദേശം 1 hour 20 minutes. പിന്നെ നമുക്ക് ടേക്ക് ഓഫിന് മുന്നുള്ള പ്രിപ്പറേഷൻ ടൈമിങ്ങും ലാൻഡിങ് കഴിഞ്ഞുള്ള ലഗേജ് പിക്കപ്പ് ടൈമിങ്ങും ഒക്കെ അടക്കം 1.5 hours എടുക്കും. എന്നിട്ട് ഞങ്ങൾ നൈറ്റ് ആയിട്ടുണ്ട് ലാൻഡ് ചെയ്തപ്പോൾ. ലാൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെന്നൈ എയർപോർട്ടിൽ വരുന്നത്. ആക്ച്വലി നൈറ്റ് 10:30 ആയിട്ടുണ്ട് ഞങ്ങൾ ലാൻഡ് ചെയ്തപ്പം. പിന്നെ റൂം ബുക്ക് ചെയ്തതാണെങ്കിൽ കാട്ടാങ്കുളത്തൂർ അടുത്തുള്ള എൻ്റെ കോളേജിനടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെയാണ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ ഒരുപാട് എനിക്ക് ബാംഗ്ലൂരൊക്കെ കുറച്ചുകൂടി ഹൈഫൈ ആയി തോന്നി. പക്ഷേ ചെന്നൈ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഒരുപാട് ഫെസിലിറ്റീസ് എനിക്ക് തോന്നി. ഈ റൺവേ ഒക്കെ കണ്ടല്ലോ, ഇവിടെ തന്നെ ഞാനും അച്ഛനും അമ്മയും കൂടെ മത്സരം വെച്ച് ഇതിൽ പോയാലാണോ നടന്നു പോയാലാണോ വേഗം എത്താമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫുൾ മത്സരമായിരുന്നു. അതിന് ശേഷം ഞങ്ങളിത് നേരെ ഇവിടുന്ന് ട്രെയിന് കയറാമെന്നാണ് വിചാരിച്ചത്. നമുക്ക് ആക്ച്വലി മെട്രോ ഉണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു സെക്യൂരിറ്റീനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മെട്രോ അല്ല, ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ കിട്ടും. ലോക്കൽ ട്രെയിനിൽ നിങ്ങൾ പോയാൽ മതി, അതാണ് അഫോർഡബിളും പിന്നെ വേഗം എത്തുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ലോക്കൽ ട്രെയിൻ ക്യാച്ച് ചെയ്തു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെന്നൈയിലെത്തി കേട്ടോ. ഇനി ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.